ലെക്ചറിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഇൻട്രഡക്ഷൻ നോക്കാം. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇൻട്രഡക്ഷൻ, ബ്രീഫ് ഇൻട്രഡക്ഷൻ അബൌട്ട് ഹീറ്റ് ട്രാൻസ്ഫർ, പിന്നെ നമ്മൾ അതിലത്തെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. അതായത് ബേസിക്കലി 3 മോഡ്സ് ആണ്: കണ്ടക്ഷൻ, പിന്നെ നെക്സ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ, പിന്നെ തേർഡ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയേഷൻ. സോ ഇന്നത്തെ ലെക്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി കണ്ടക്ഷൻ ഫിനോമിനൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് കണ്ടക്ഷൻ, ഫൊറിയർ ലോ എന്നറിയപ്പെടും, അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. പിന്നെ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ, പിന്നെ MCQ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ സെക്ഷൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. തെർമോഡൈനാമിക്സിൻ്റെ എന്ത് പോരായ്മയാണ്, നമ്മൾ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ കൂടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് തെർമോഡൈനാമിക്സ് എന്താ? It deals with energy interaction. Energy interaction between system and its surroundings. System and surroundings എങ്ങനെയാണ് എനർജി ഇൻട്രാക്ട് ചെയ്യുന്നത്? ത്രൂ heat and work. Okay. Thermodynamics is concerned with the amount of heat transfer when a system undergoes a process from one equilibrium state to another. അതായത് നമ്മളൊരു PV ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് എത്തി. അപ്പോൾ ഒരു പ്രോസസ്സ് നടന്നിരിക്കുന്നു. അപ്പോൾ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് ഈ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാം വെൻ സിസ്റ്റം ചേഞ്ചസ് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2. പക്ഷേ തെർമോഡൈനാമിക്സിൽ കൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഹൗ ലോങ് ദി പ്രോസസ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. ഡസൻറ്റ് പ്രൊവൈഡ് എനി ക്ലൂ അബൌട്ട് ഹൗ ലോങ് ദി പ്രോസസ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഹോട്ട് കപ്പ് ഓഫ് ടീ. ഇപ്പോൾ ഇതൊരു 70 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഹോട്ട് കപ്പ് ഓഫ് ടീ നമുക്കറിയാം സറൗണ്ടിങ്സ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിന്ന് ഇവഞ്ച്വലി ഈ ഹോട്ട് കപ്പ് ഓഫ് ടീ എന്തായി മാറും? 20 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. ഓക്കെ. പക്ഷേ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഈ 70 ടു 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ എത്ര ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു, അത് മാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ അറ്റ് ടൈം t ഈക്വൽ ടു ഒരു 5 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ t ഈക്വൽ ടു 10 സെക്കൻഡ്സിൽ ഈ ഹോട്ട് കപ്പ് ഓഫ് ടീ എത്ര ടെമ്പറേച്ചറിലായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ തെർമോഡൈനാമിക്സ് എലോൺ വെച്ചിട്ട് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് എന്ന ആവശ്യകത വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വെച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഡീൽസ് വിത്ത് ഫൈൻഡിങ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ടു ഓർ ഫ്രം ദി സിസ്റ്റം. അതായത് ഇവിടെ ഹീറ്റിങ്ങോ കൂളിങ്ങോ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റിൽ കൂടെ അഡ്രസ്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരിയേഷൻ നടക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതും ഹീറ്റ് ട്രാൻസ്ഫർ എന്ന സബ്ജക്റ്റിൽ കൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഞ്ചിനീയേഴ്സ് ആയിട്ട് നമുക്ക് കൂടുതൽ കൺസേൺ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് ദാൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്. തെർമോഡൈനാമിക്സും ഹീറ്റ് ട്രാൻസ്ഫറും തമ്മിൽ എന്താ ബന്ധം, ഹീറ്റ് ട്രാൻസ്ഫർ എന്തുകൊണ്ട് നമുക്ക് പഠിക്കണം, അതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു എഫിഷ്യൻസി എന്താണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കണ്ടക്ഷൻ, സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത്
കൺവെക്ഷൻ, തേർഡ് മോഡ് എന്ന് പറയുന്നത് റേഡിയേഷൻ. ഫോർ സേക്ക് ഓഫ് എക്സ്പ്ലനേഷൻ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു വെസലിൽ വാട്ടർ ഉണ്ട്, അത് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ 3 പ്രോസസ്സ് ഈ എക്സാമ്പിളിൽ കൂടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ഈ ഹാൻഡിലേക്ക് വരും. അപ്പോൾ ഹാൻഡിൽ എന്താവും, ഹീറ്റഡ് ആവും. അപ്പോൾ ഈ സോളിഡ് സർഫസിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പറയുക കണ്ടക്ഷൻ. ഓക്കെ, സോളിഡ് സർഫസ് ലോക്കർ ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നു. അതിപ്പോൾ കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കുന്നെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്റ്റേഷനറി ആയിരിക്കണം. അപ്പോൾ ഈ ഇതിൽ നമുക്കറിയാം ഹാൻഡിൽ സ്റ്റേഷനറിയാണ്. ഈ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഈ ഹാൻഡിലും ഹീറ്റഡ് ആവുകയാണ് ഇവൻച്വലി. സോ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി വെസൽ ടു ദി ഹാൻഡിൽ. അങ്ങനെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയും. കൺവെക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? ഒരു സോളിഡ് സർഫസ് വേണം. വി നീഡ് സോളിഡ് സർഫസ് അലോങ് വിത്ത് എന്ത് ടൈപ്പ്? ഒരു ലിക്വിഡ്, അല്ലെങ്കിൽ ഗ്യാസും ആവും. So the heat transfer occurring between the solid surface and liquid is called as convection. The third mode of heat transfer ആണ് radiation. അപ്പോൾ ഇവിടെ ഈ ഹീറ്റിംഗ് നടക്കുമ്പോൾ ഈ ബർണറിൻ്റെ ചുറ്റുമുള്ള ഈ സർഫസ് എന്താവാണ്? ഹീറ്റഡ് ആവാം. അപ്പോൾ ഹീറ്റഡ് ആവുമ്പോൾ ഇത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതായത് റേഡിയേഷൻ നടക്കുന്നത് ഇൻ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഈസ് എനർജി എമിറ്റഡ് ബൈ എനി മാറ്റർ അറ്റ് നോൺ സീറോ ടെമ്പറേച്ചർ. നോൺ സീറോ ടെമ്പറേച്ചറിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് ഇൻ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്, അതായത് സറൗണ്ടിങ്ങിലേക്കാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ പറയുന്നത് റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ്. ഇതിൽ റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ വാക്യൂമാണ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഈ ഇവിടുത്തെ മാറ്ററിന് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. അത് നടക്കുന്നത് ബൈ റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഫസ്റ്റ് കണ്ടക്ഷൻ നടക്കുന്നതിന് ആവശ്യമായ ഒരു സോളിഡ് സർഫസ് വേണം, ഒരു സ്റ്റേഷനറി സർഫസ് വേണം. അങ്ങനെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ കണ്ടക്ഷൻ എന്നും പറയും. കൺവെക്ഷൻ നടക്കണമെങ്കിൽ ഒരു സോളിഡ് സർഫസും വേണം, അതിൻ്റെ കൂടെ തന്നെ ഒരു ലിക്വിഡ് സർഫസും വേണം. അതായത് ഇവിടെ ഈ വാട്ടർ ഹീറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ബേസ് ഹീറ്റഡ് ആവും, അവിടുന്ന് ഹീറ്റ് വന്ന് ഈ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ആവുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഈ ബർണറൊക്കെ ഹീറ്റ് ആകുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ് സർഫസും ഹീറ്റ് ആവും, ഈവൻ ഇതും ഹീറ്റഡ് ആവും. ഈ സർഫസിനും റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, ഇവിടെ നിന്നും റേഡിയേറ്റീവ്. എവിടെയൊക്കെ മാറ്റർ നോൺ സീറോ ടെമ്പറേച്ചറിലാണ് അവിടെയെല്ലാം റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഇൻ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് basically 3 modes of heat transfer. Next we will discuss about first mode of heat transfer, conduction, in detail. അപ്പോൾ നമുക്കറിയാം basic requirement for any heat transfer process is the presence of temperature difference. So for explaining conduction process നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് ഗ്യാഷ്യസ് മോളിക്യൂൾ ഇൻസൈഡ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, സോ ഇവിടെ സർട്ടൻ കണ്ടീഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മുകളിലത്തെ സർഫസും അപ്പർ സർഫസ് ആൻഡ് ലോവർ സർഫസ് ആർ അഡിയബാറ്റിക്. അതായത് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി സറൗണ്ടിങ് ഫ്രം ദി അപ്പർ സർഫസ്
and also from the lower surface. Okay. പിന്നുള്ള കണ്ടീഷനാണ് ഇവിടെ ലെഫ്റ്റ് സൈഡ് T1 സെറ്റ് ചെയ്തു, റൈറ്റ് സൈഡ് T2 സെറ്റ് ചെയ്തു ഇൻ സച്ച് എ വേ ദാറ്റ് T1 ഗ്രേറ്റർ ദാൻ T2. ഇൻ സച്ച് എ കണ്ടീഷൻ എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് സെറ്റായി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുന്നതാണ്. ഓക്കെ. ഈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം മോർ എനർജറ്റിക് പാർട്ടിക്കിൾസ് to the adjacent less energetic particles due to interaction between molecules. അതായത് നമ്മുടെ molecules closer to the hotter surface will be at a higher energy levels. Molecules closer to lower surface temperature will have low energy levels. In such a scenario, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എനർജി പാർട്ടിക്കിൾസ് ലോവർ എനർജി പാർട്ടിക്കിൾസിലേക്ക് എനർജി ഇമ്പാർട്ട് ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ ഹീറ്റ് ഡിഫ്യൂഷൻ നടക്കുകയാണ്. ഓക്കെ. അപ്പോൾ കണ്ടക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ് ഓർ ഗ്യാസസ് when there is no macroscopic or bulk motion of particles. അതായത് ഇവിടെ ഗ്യാഷ്യസ് മോളിക്യൂൾസ് മൈക്രോസ്കോപ്പിക് ലെവലിൽ കൊലീഷൻസ് നടക്കുകയാണെങ്കിൽ മാക്രോസ്കോപ്പിക് ലെവലിൽ ഇവിടെ ഒരു മോഷനും ഇല്ല എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് കണ്ടക്ഷൻ ക്യാൻ ഒക്കർ ഓൺലി വെൻ ദർ ഈസ് നോ മാക്രോസ്കോപ്പിക് ഓർ ബൾക്ക് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഒക്കേഴ്സ് ഇൻ സച്ച് എ കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ഗ്യാസസിലും ലിക്വിഡ്സിലും കണ്ടക്ഷൻ നടക്കുന്നത് ഡ്യൂ ടു കൊലീഷൻ പ്ലസ് ഡിഫ്യൂഷൻ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, ഡ്യൂ ടു ദ റാൻഡം മോഷൻ. ബട്ട് സോളിഡ്സിൽ കണ്ടക്ഷൻ ഒക്കർ ചെയ്യുന്നത് വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ ലാറ്റിസ് അലോങ് വിത്ത് എനർജി ട്രാൻസ്പോർട്ട് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. ഇതാണ് ബേസിക്കലി കണ്ടക്ഷൻ പ്രോസസ്. ഓക്കെ. ഇവിടെ ഒരു പ്ലോട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ടി വേഴ്സസ് എസ് ആണ്, ടി വേഴ്സസ് എക്സ്. അതിൽ നമുക്കറിയാം ഹയർ ടെമ്പറേച്ചറിന് ലോവർ ടെമ്പറേച്ചറിലേക്ക്, അതായത് T1 നിന്ന് T2 കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അത് ഇൻക്രീസിങ് എക്സ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഹീറ്റ് ഫ്ലക്സ് വിൽ ബി ഇൻ ഇൻക്രീസിങ് എക്സ് ഡയറക്ഷൻ. നമുക്ക് ഹീറ്റ് ഫ്ലക്സ് എന്താണെന്ന് അപ്കമിങ് സെക്ഷനിൽ നോക്കാം. നെക്സ്റ്റ് വി വിൽ സി Fourier's law അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ ഫോർ ഹീറ്റ് കണ്ടക്ഷൻ. സോ ഇൻ ഹീറ്റ് കണ്ടക്ഷൻ നമ്മൾ റേറ്റ് ഇക്വേഷനെയാണ് പറയുന്നത് Fourier's law. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് Qx ഡബിൾ പ്രൈം ഈക്വൽ ടു മൈനസ് Kx dt ബൈ dx. ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ട്. T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. അങ്ങനത്തെ ഒരു കേസിൽ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻ ദി എക്സ് ഡയറക്ഷൻ പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ ശ്രദ്ധിക്കണം, പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് ഇവിടെ ഈ സർഫസിൽ ഇങ്ങനെ സർഫസ് ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അതായത് Qx ഡബിൾ പ്രൈം വിൽ ബി ഇൻ പെർപെൻഡിക്കുലർ ടു ദി ജോമെട്രി. അതായത് ഈ ജോമെട്രിയിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. ഹീറ്റ് ഫ്ലക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പോൾ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻ ദി എക്സ് ഡയറക്ഷൻ പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ. പിന്നെ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷന് എന്തെല്ലാം അറിയാം. ഇവിടെ ഹീറ്റ് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അതായത് ഈ dt ബൈ dx, ഈ T1 ഗ്രേറ്റർ ദാൻ T2 ആവുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൻ്റെ പ്രപ്പോർഷണൽ ആയിരിക്കും ഹീറ്റ് ഫ്ലക്സ്. ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ പറയുക K ഈസ് എ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടി
നോൺ ആസ് തെർമൽ കണ്ടക്ടിവിറ്റി. യൂണിറ്റ് ശ്രദ്ധിക്കണം, വാട്ട് പെർ മീറ്റർ കെൽവിൻ. അത് ഈ മെറ്റീരിയൽ, അതായത് നമ്മൾ ഈ ജോമെട്രി എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, ആ വാൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് കെ, ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടി. പിന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ് മൈനസ് സൈൻ. അതായത് മൈനസ് സൈൻ ഈസ് കോൺസിക്വൻസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. അതായത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് T1 to T2 ആണ്, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഈ മൈനസ് സൈൻ ഇൻകോപ്പറേറ്റ് ചെയ്യണം ഇക്വേഷനിൽ. അതായത് നമ്മുടെ ഹീറ്റ് ഇക്വേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Qx ഡബിൾ പ്രൈം ഈക്വൽ ടു മൈനസ് KX dt/dx. ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പറയുന്നത് ഫോറിയേഴ്സ് ലോ. അപ്പോൾ നമുക്ക് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ നമ്മൾ നോക്കി. നെക്സ്റ്റ് ഈ ഫോറിയർ ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് റേറ്റ് ബൈ കണ്ടക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം റേറ്റ് ഇക്വേഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഈസ് ഗിവൺ ബൈ Qx ഡബിൾ പ്രൈം ഈക്വൽ ടു മൈനസ് KX dt/dx. നമ്മൾ അസ്യൂം ചെയ്യാണ് നെക്സ്റ്റ് ഈ ജോമെട്രി, അതായത് ഈ സെക്ഷനിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ, അതായത് ഈ ഹൈലൈറ്റഡ് സെക്ഷനിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ലീനിയർ ആണ്. ആ ലീനിയർ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ dt/dxനെ എങ്ങനെ എഴുതാം? T2 മൈനസ് T1/L. ഈ T2 മൈനസ് T1/Lനെ നമ്മൾ ഈ ഇക്വേഷനിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ഫ്ലക്സിന് ആ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാം, മൈനസ് K T2 മൈനസ് T1/L. അല്ലെങ്കിൽ നമുക്ക് ആ മൈനസ് എടുത്ത് കളയാം, K ടൈംസ് T1 മൈനസ് T2/L. അതായത് ഹീറ്റ് ഫ്ലക്സ് ഈക്വൽ ടു K ടൈംസ് T1 minus T2/L. So this equation provides heat flux, അതായത് rate of heat transfer per unit area. ഇനി നമുക്ക് ഹീറ്റ് റേറ്റ് ബൈ കണ്ടക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് Qx ആണ് ഹീറ്റ് റേറ്റ് ബൈ കണ്ടക്ഷൻ എങ്കിൽ നമ്മൾ ഹീറ്റ് ഫ്ലക്സിന് Qx ഡബിൾ പ്രൈമിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് റേറ്റ് ബൈ കണ്ടക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഹീറ്റ് ഫ്ലക്സ് ടൈംസ് എ, പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് ആൻഡ് ദി ഏരിയ വിൽ ഗീവ് യു ഹീറ്റ് റേറ്റ് ബൈ കണ്ടക്ഷൻ. നമ്മൾ ഇതുവരെ നോക്കിയ ഇക്വേഷൻസ് എല്ലാം റേറ്റ് ഇക്വേഷൻസ് ആണ്, അതായത് ഫോറിയർ ലോ ബേസ്ഡ് ഉള്ള ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ, അതായത് ഒരു 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മുടെ പ്രൈം ഒബ്ജക്റ്റീവ് കണ്ടക്ഷൻ ബേസ്ഡ് പ്രോബ്ലത്തിൽ ടെമ്പറേച്ചർ ഫീൽഡ് ഡിറ്റർമിൻ ചെയ്യുക, അതായത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്. ആസ് എ റിസൾട്ട് ഓഫ് കണ്ടീഷൻ ഇമ്പോസ്ഡ് ഓൺ ബൗണ്ടറീസ്, അതായത് നമ്മൾ ബൗണ്ടറീസ് എല്ലാം സർട്ടൻ കണ്ടീഷനിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ആ കണ്ടീഷനിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് എപ്പോഴും നമ്മുടെ കണ്ടക്ഷൻ ബേസ്ഡ് പ്രോബ്ലത്തിൽ നമ്മൾ എപ്പോഴും വെക്കുന്ന ഒരു ഒബ്ജക്റ്റീവ്. സോ നമ്മളിനി കൺസിഡർ ചെയ്യുന്നത് ഒരു കൺട്രോൾ വോളിയമാണ്. അതായത് കൺട്രോൾ വോളിയം, ഒരു എലിമെൻ്റൽ വോളിയം dx, ഒരു എക്സിൽ ഒരു സ്മോൾ എലിമെൻറ്റ്, ഇൻ ഇസെറ്റിൽ dz, ഇൻ ഡയറക്ഷൻ ഓഫ് ഇസെറ്റിൽ ഒരു സ്മോൾ എലിമെൻറ്റ് dz, ഇൻ ഡയറക്ഷൻ ഓഫ് y ഒരു സ്മോൾ എലിമെൻറ്റ് dy. അപ്പോൾ ഈ കൺട്രോൾ വോളിയത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് dx ടൈംസ് dy ടൈംസ് dz ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം എക്സ് ഡയറക്ഷനിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, y ഡയറക്ഷനിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, z ഡയറക്ഷനിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പിന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി. ഇവിടെ സിൻസ്
ടെമ്പറേച്ചർ ഈസ് ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് നമ്മളെപ്പോഴും പാർഷ്യൽ ഡിഫറൻഷ്യലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് നെറ്റ് കണ്ടക്ഷൻ ഹീറ്റ് ഫ്ലക്സ് ഇൻ എക്സ് ഡയറക്ഷൻ. നെറ്റ് കണ്ടക്ഷൻ ഹീറ്റ് ഫ്ലക്സ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയും. ഇവിടുന്ന് ഹീറ്റ് ഫ്ലക്സ് ഈ എലിമെന്റിലേക്ക് വരും. ഈ വന്നു കഴിഞ്ഞ് ഹീറ്റ് പിന്നെ ഒരു ഫ്ലക്സ് വെളിയിലേക്ക് പോകും. അതായത് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട് ഫ്ലക്സ്. അപ്പം നെറ്റ് ഹീറ്റ് ഫ്ലക്സ് നമ്മൾ നെറ്റ് കണ്ടക്ഷൻ ഹീറ്റ് ഫ്ലക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാർഷ്യൽ ബൈ പാർഷ്യൽ എക്സ് ടൈംസ് കെ ടൈംസ് പാർഷ്യൽ ടി ബൈ പാർഷ്യൽ എക്സ്. അതായത് നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ എക്സ് ഡബിൾ പ്രൈം ഇൻ മൈനസ് ക്യൂ എക്സ് ഡബിൾ പ്രൈം ഔട്ട്. ആ ടേമിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യില്ല. സിമിലർലി നമ്മൾ വൈ കോർഡിനേറ്റ് ഡയറക്ഷനിലുള്ള ഹീറ്റ് കണ്ടക്ഷൻ, വൈ ഡയറക്ഷനിലുള്ള ഹീറ്റ് കണ്ടക്ഷൻ, അതായത് ക്യൂ വൈ ഡയറക്ഷനിൽ ഹീറ്റ് ഇൻ, ക്യൂ വൈ പ്ലസ് ഡി വൈ ഹീറ്റ് ഔട്ട്. അപ്പോൾ ഇൻ വൈ കോർഡിനേറ്റ് ഡയറക്ഷൻ നമ്മൾ ക്യൂ വൈ ഡബിൾ പ്രൈം മൈനസ് ക്യൂ വൈ പ്ലസ് ഡി വൈ ഡബിൾ പ്രൈമിനെ ഈ പാർഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. എക്സ് കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്ത മാതിരി ഡോ ബൈ ഡോ വൈ, അതായത് പാർഷ്യൽ ബൈ പാർഷ്യൽ വൈ ടൈംസ് കെ പാർഷ്യൽ ടി ബൈ പാർഷ്യൽ വൈ. ഇത് വൈ കോർഡിനേറ്റിലുള്ള ഹീറ്റ് കണ്ടക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ അല്ലെ നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ വൈ കോർഡിനേറ്റ്. അതേപോലെ ഇസഡ് കോർഡിനേറ്റ് ഡയറക്ഷനിൽ നമ്മൾ സിമിലർലി റെപ്രസെന്റ് ചെയ്യുക പാർഷ്യൽ ബൈ പാർഷ്യൽ ഇസഡ് ടൈംസ് കെ ടൈംസ് പാർഷ്യൽ ടി ബൈ പാർഷ്യൽ ഇസഡ് ഈക്വൽ ടു എന്ത് ഫ്ലക്സ് ഇൻ ഇസഡ് ഡയറക്ഷൻ മൈനസ് ഫ്ലക്സ് ഔട്ട് ഇൻ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ ഓക്കെ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഹീറ്റ് ഡിഫ്യൂഷൻ ഓരോരോ കോർഡിനേറ്റിൽ ഡിറൈവ് ചെയ്യാൻ നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ എല്ലാം സമ്മേഷൻ, അതായത് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ എക്സ് ഡയറക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ എക്സ് ഡയറക്ഷൻ, ഹീറ്റ് കണ്ടക്ഷൻ നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ വൈ ഡയറക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാം സമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടി. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ടേം കൂടി ഉണ്ട്, അതായത് ചില സിസ്റ്റംസ് റിയാക്റ്റീവ് ആയിരിക്കും, അതായത് ആ സിസ്റ്റംസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ടേം, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ, ഫിനോമിനൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതാണ് ഈ ടേം ക്യൂ ഡോട്ട്. അതായത് ക്യൂ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ജനറേഷൻ, ഹീറ്റ് ജനറേഷൻ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ ടേം ഉണ്ട്? നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ എക്സ് ഡയറക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ വൈ ഡയറക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ ഇസഡ് ഡയറക്ഷൻ, പ്ലസ് സിസ്റ്റം റിയാക്റ്റീവ് ആണെങ്കിൽ ആ ഒരു ഫിനോമിനൻ കൂടി കൺസിഡർ ചെയ്യാനുള്ള ഒരു ടേം, അതായത് അത് ഒരു ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും. അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്യൂ ഡോട്ട് ആയിട്ട്. ഈക്വൽ ടു നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എനർജി ഇൻ വരുവാണെങ്കിൽ, എനർജി ഔട്ട് പോവുകയാണെങ്കിൽ ഈ സിസ്റ്റം എനർജി സ്റ്റോർ ചെയ്യും. ആ സ്റ്റോറേജ് ടേം ആണ് ഈ റോ സി പാർഷ്യൽ ടി, അതായത് പാർഷ്യൽ ടെമ്പറേച്ചർ ബൈ പാർഷ്യൽ ടൈം. ഇത് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻസിറ്റി, പിന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റാണ്. സ്പെസിഫിക് ഹീറ്റ് ഇതെല്ലാം മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതായത് എനർജി സ്റ്റോർഡ് ആണ് ഈ ടേം.
എനർജി സ്റ്റോർഡ്. അപ്പോൾ നെറ്റ് ഹീറ്റ് ഫ്ലക്സ് പ്ലസ് ഹീറ്റ് ജനറേഷൻ ഈക്വൽ ടു എനർജി സ്റ്റോർഡ്. അപ്പോൾ ഇതിൽ കെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതായത് ഈ കെ എന്ന് പറയുന്ന ഇത് നമ്മൾ എല്ലാ ചിലപ്പോൾ കെ എക്സ്, കെ വൈ, കെ ഇസഡ്, അതായത് ചിലപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി തന്നെ ചിലപ്പോൾ എക്സും വൈയും ഇസഡിലും ചേഞ്ച് ചെയ്യും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് കെ എക്സ് ഈക്വൽ ടു കെ വൈ ഈക്വൽ ടു കെ ഇസഡ് ആണ്. അതായത് ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്. ഐസോട്രോപിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ക്യാൻ ബി ഒബ്റ്റെയിൻഡ് യൂസിങ് ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി കോൺസ്റ്റന്റ് തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ അതിന് ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. അതായത് കെ കോമൺ പ്രോപ്പർട്ടി ആയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസെഡ് സ്ക്വയർ ക്യൂ ഡോട്ട് ബൈ കെ ഈക്വൽ ടു റോ സി ബൈ കെ. ഈ റോ സി ബൈ കെനെയാണ് നമ്മൾ പറയുന്നത് 1 ബൈ ആൽഫ എന്നുള്ളത്, അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് കെ ബൈ റോ സി പി, അല്ലെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് അറിയപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇൻ കേസ് ഓഫ് അൺസ്റ്റഡി സ്റ്റേറ്റ്, in case of steady state ഈ ടേം 0 ആവും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസെഡ് സ്ക്വയർ പ്ലസ് ക്യൂ ഡോട്ട് ബൈ കെ ഈക്വൽ ടു 0. ഇതൊരു സിംപ്ലിഫൈഡ് ഫോമാണ് നമ്മുടെ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ്റെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ in the wall can be determined by solving heat diffusion equation with proper set of boundary conditions. നമുക്ക് നമ്മുടെ ജനറൽ ഫോം ഒന്ന് എഴുതി നോക്കാം. ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസെഡ് സ്ക്വയർ പ്ലസ് heat generation term Q dot by K equal to heat stored term 1 by alpha temperature in the partial divided by time in the partial. ഇതാണ് നമ്മുടെ ജനറൽ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. നമ്മൾ certain set of generalized condition ഇമ്പോസ് ചെയ്തിട്ട് ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിത്ത് നോ ഹീറ്റ് ജനറേഷൻ.
അപ്പോൾ ഈ ടേം എങ്ങനെ റെഡ്യൂസ് ചെയ്യും? ഈ ക്യൂ ഡോട്ട് ബൈ കെ ഈക്വൽ ടു 0 ആണ്. ഈ ടേം 0 ആയും. പിന്നെ 1 ബൈ ആൽഫ ഡോ ടി ബൈ ഡോ ടി ടേം, അതായത് നോ ഹീറ്റ് ജനറേഷനും സ്റ്റഡി സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസ് വാനിഷ് ആവും. ഇപ്പോൾ റിമൈനിങ് ടേംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടീഷനും കൂടി ഇമ്പോസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് 1D ഹീറ്റ് കണ്ടക്ഷൻ. ഈ കണ്ടീഷനും കൂടി ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താവും? ഈ y ടേം 0 ആവും, ഈ z ടേം 0 ആവും. ഇപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. സോ നമ്മൾ മാത്തമാറ്റിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വൺസ് നമുക്ക് എന്ത് കിട്ടും? ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു C1. So again integrating t of x equal to C1x plus C2. ഇതാണ് ജനറൽ സൊല്യൂഷൻ. നമുക്ക് രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, കാരണം സെക്കൻഡ് ഡിഗ്രി ഇൻ എക്സ് ആണ്. നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് വേണം. C1ഉം C2ഉം സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഉള്ളത് ലെഫ്റ്റ് സൈഡത്തെ സർഫസ് ഒരു ഹോട്ട് ഫ്ലൂയിഡ് ആയിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് സൈഡത്തെ സർഫസ് ഒരു കോൾഡ് ഫ്ലൂയിഡ് ആയിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുക. ആ എക്സ്പോസ് ചെയ്ത കാരണം ലെഫ്റ്റ് സൈഡിലുള്ള സർഫസ് ടെമ്പറേച്ചറിനെ നമ്മൾ TS1 ആയിട്ട് ഡിനോട്ട് ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡത്തെ നമ്മൾ TS2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ലെങ്ത് ഓഫ് ദി വാൾവ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന L ആയിട്ട്. ഇതാണ് ദ സിമ്പിൾ പ്ലെയിൻ വാൾ പ്രോബ്ലം. ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിട്ട് C1ഉം C2ഉം കണ്ടുപിടിക്കണം. നമുക്കറിയാം T at x ഈക്വൽ ടു 0 എന്ന ബൗണ്ടറി കണ്ടീഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ C2 കിട്ടും. അപ്പോൾ അറ്റ് x ഈക്വൽ ടു 0 എന്താണ്? സർഫസ് ടെമ്പറേച്ചർ TS1. സോ ഈ C2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് C1 അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ C1 കൂടി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ജനറൽ സൊല്യൂഷനിൽ പ്ലഗ് ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് എയിം ചെയ്ത് ആ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. T of x ഈക്വൽ ടു TS2, അതായത് സർഫസ് ടെമ്പറേച്ചർ അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മൈനസ് TS1 ഡിവൈഡഡ് ബൈ L, അതായത് ഈ ലെങ്ത് ഓഫ് ദി പ്ലെയിൻ വാൾ ടൈംസ് എക്സ് പ്ലസ് സർഫസ് ടെമ്പറേച്ചർ അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ T of x. സോ ഇതിന് ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വൺ ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഇൻ എ പ്ലെയിൻ വാൾ വിത്ത് നോ ഹീറ്റ് ജനറേഷൻ and with constant thermal conductivity, the temperature is found to vary linearly with respect to x. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷനാണ്. ദോ ഇതൊരു പ്ലെയിൻ സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ ഇതിന് വൈഡ് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷന് നമ്മൾ പ്ലെയിൻ വാളിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കി. നമ്മൾ ജനറൽ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. T of x. T of x is the temperature distribution. ഓക്കെ, നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഹീറ്റ് കണ്ടക്ഷൻ, ഹീറ്റ് ഫ്ലക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഹീറ്റ് കണ്ടക്ഷൻ rate and heat flux. ഹീറ്റ് ഫ്ലക്സും ഹീറ്റ് കണ്ടക്ഷൻ റേറ്റും നമ്മുടെ റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം Qx ഡബിൾ പ്രൈം ഈക്വൽ ടു
minus k times dt by dx. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് ടൈംസ് കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഡി ടി ബൈ ഡി എക്സ് ടി ഓഫ് എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ടി എസ് ടു മൈനസ് ടി എസ് വൺ ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. റേറ്റ് ഇക്വേഷനിൽ ഈ ഡി ടി ബൈ ഡി എക്സ്, അതായത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കെ ടൈംസ് ടി എസ് ടു മൈനസ് ടി എസ് വൺ ബൈ എൽ ഈക്വൽ ടു, നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഹീറ്റ് ഫ്ലക്സ് ഈക്വൽ ടു ക്യു എക്സ് ഹീറ്റ് ഫ്ലക്സ് ഈക്വൽ ടു മൈനസ് കെ മൈനസ്, നമുക്ക് റീഅറേഞ്ച് ചെയ്തുമ്പോൾ പ്ലസ് ആക്കി എഴുതാം, കെ ടൈംസ് ടി എസ് വൺ മൈനസ് ടി എസ് ടു ബൈ എൽ. ഇതായത് ഹീറ്റ് ഫ്ലക്സ് കിട്ടും. ഹീറ്റ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ടി ഓഫ് എക്സ് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റേറ്റ് ഇക്വേഷനിൽ ഡി ടി ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന് ഒരു ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ഫ്ലക്സ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഹീറ്റ് കണ്ടക്ഷൻ റേറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഹീറ്റ് ഫ്ലക്സിന് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യു എക്സ് ടൈംസ് എ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ റേറ്റ് കിട്ടും. ഈക്വേഷനിൽ നമ്മൾ ഏരിയ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹീറ്റ് കണ്ടക്ഷൻ റേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറലൈസ്ഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഹീറ്റ് ബാലൻസ് എഴുതണം. ഹീറ്റ് ബാലൻസ് അല്ലെങ്കിൽ എനർജി ബാലൻസ്, അതായത് ഇ ഇൻ മൈനസ് ഇ ഔട്ട്. ഇതിൽ നമ്മൾ എലിമെൻ്റൽ വോളിയം എടുത്തു, ക്യു എക്സ്, അതായത് ഹീറ്റ് കണ്ടക്ഷൻ ഓരോരോ ഡയറക്ഷനിൽ ക്യു എക്സിൽ കണ്ടുപിടിച്ചു, ക്യു വൈയിൽ കണ്ടുപിടിച്ചു, ക്യു ഇസെറ്റിൽ കണ്ടുപിടിച്ചു. അതായത് ഹീറ്റ് കണ്ടക്ഷൻ, നെറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഓരോരോ കോർഡിനേറ്റ്സിലും കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മേഷൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് ഈ ടേം, അതായത് വൺ ബൈ ആൽഫ ഡോ ടി ബൈ ഡോ ടി, അതായത് റോ സി പി ഡോ ടി ബൈ ഡോ ടി. ഈ ടേമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ജനറലൈസ്ഡ് ഫോം കിട്ടി. ജനറലൈസ്ഡ് ഫോം ഓഫ് ഹീറ്റ് ഡിഫ്യൂഷൻ. കിട്ടി. അങ്ങനെ ഹീറ്റ് ഡിഫ്യൂഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഹീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാം, പിന്നെന്ത് പഠിക്കാം? ഹീറ്റ് കണ്ടക്ഷനും. ഇതാണ് ഒരു ജനറലൈസ്ഡ് പ്രൊസീജിയർ. നമുക്ക് ഹീറ്റ് ഫ്ലക്സും ഹീറ്റ് കണ്ടക്ഷനും കണ്ടുപിടിക്കാനാണ്. ബേസ്ഡ് ഓൺ ടുഡേസ് സെഷൻ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ഡെഫിനിഷൻ എങ്ങനെയാണ്? എ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 layers A and B. The ratio of thermal conductivities of 2 layers is given as K by KB equal to 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തിക്നെസ്സിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചേഴ്സ് എല്ലാം ഗിവൺ ആണ്. T1
1300, mid temperature T2 1200, right side temperature 30 degrees Celsius.